പാലിയേക്കരയിൽ ടോൾ പിരിവിന് വിലക്ക് തുടരും. കേസ് ഈ മാസം 30-ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവ് പുറത്തു വരേണ്ടതായിരുന്നു, പക്ഷേ അപ്പോൾ സർവീസ് റോഡിലെ തകരാറ് അത് ചൂണ്ടിക്കാട്ടി കളക്ടറോട് റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു നിർദ്ദേശം. ഇന്ന് എന്താണ് സംഭവിച്ചത്? കളക്ടർ റിപ്പോർട്ട് നൽകിയോ? അനുജ, സർവീസ് റോഡിലെ തകരാറ് തന്നെയാണ് ഇപ്പോഴും പ്രധാന പ്രതിസന്ധിയായി തുടരുന്നത്. സാധാരണ ഇന്ന് പുതിയ ഉത്തരവ് പുറപ്പെടുവിക്കാം എന്നാണ് കഴിഞ്ഞ തവണ ഹൈക്കോടതി വ്യക്തമാക്കിയത്. പക്ഷേ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് പരിഗണിച്ച കോടതി നിലവിൽ ഈ കേസ് 30-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ജില്ലാ കളക്ടർ പ്രധാനമായും മുന്നോട്ട് വെച്ച ആശങ്ക മുരിങ്ങൂർ ഭാഗത്ത് ഇനിയും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. അവിടെ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ നാഷണൽ ഹൈവേ അതോറിറ്റി ആ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചിട്ടില്ല. ഭാഗികമായി മാത്രമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നിരിക്കുന്നത്. അവിടെ സുരക്ഷാ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ ഗതാഗത കുരുക്കും രൂക്ഷമാണെന്ന് ജില്ലാ കളക്ടർ കോടതിയെ അറിയിക്കുകയായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് കോടതി വളരെ ഗൗരവത്തോടെ ഈ വിഷയം എടുത്തത്. ഇത്തരത്തിൽ ഈ മണ്ണിടിയാനുള്ള ഈ സുരക്ഷാ പ്രശ്നങ്ങൾ അങ്ങനെ നിസ്സാരവൽക്കരിച്ച് കാണാനാകില്ല. അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ NHA സ്വീകരിക്കണം. 30-ാം തീയതി അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിച്ചതിന്റെ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കണം. ജില്ലാ കളക്ടർ അത് കോടതിയിൽ കൈമാറും. അതിനുശേഷം ടോൾ പിരിവ് മാറ്റണം, ടോൾ പിരിവ് പുനരാരംഭിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാം എന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. കോടതിയുടെ ഭാഗത്തുനിന്ന് ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. NHA ഈ വിഷയം ശ്രദ്ധമായാണോ കൈകാര്യം ചെയ്യുന്നത് എന്ന ജില്ലാ കളക്ടറോട് കോടതി ചോദിച്ചിരുന്നു. ഒപ്പം ഈ മറ്റ് ബ്ലോക്കുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളും കോടതി പങ്കുവച്ചിരുന്നു. നേരത്തെ 3-4 മണിക്കൂറൊക്കെ ഈ പ്രദേശത്ത് ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് എത്ര മണിക്കൂറായി കുറഞ്ഞിട്ടുണ്ട് എന്ന് ചോദിച്ചിരുന്നു. ഇന്നലെയും 1-2 മണിക്കൂറൊക്കെ മുരിങ്ങൂർ പ്രദേശത്ത് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അക്കാര്യങ്ങളൊക്കെ കോടതി വിശദമായി പരിശോധിച്ചു. ഈ പ്രശ്നപരിഹാരം നടക്കുന്നുണ്ട് എന്ന് NHA ആവർത്തിച്ചു. ടോൾ പിരിക്കാൻ അനുവദിക്കണമെന്ന് NHA ആവശ്യപ്പെട്ടു. പക്ഷേ കോടതി ഇപ്പോഴും വളരെ ക്ലിയറായി നിലപാടെടുക്കുന്നത് ഈ പ്രദേശത്തെ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിച്ച ശേഷം മാത്രം ടോൾ പിരിച്ചാൽ മതി എന്ന നിലപാടിലാണ് കോടതി ഉള്ളത്. ആ പശ്ചാത്തലത്തിലാണ് ഇന്നും ഇന്ററിം ഓർഡർ പുറത്തിറക്കാതിരുന്നത്. അനുജ, വിഷ്ണു, ഇതിലിപ്പോൾ ഈ 30-ാം തീയതി പരിഗണിക്കുമെന്ന് പറയുമ്പോൾ ആ സമയമാകുമ്പോഴേക്കും ഇതിന്റെ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കാം എന്നൊരു ആത്മവിശ്വാസമുണ്ടോ ജില്ലാ ഭരണകൂടത്തിന്? അല്ലെങ്കിൽ കളക്ടറോടാണല്ലോ റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ NHAയോടും അതിന്റെ കൃത്യമായ കാര്യങ്ങൾ ചെയ്യാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ NHA കോടതിയിൽ സ്വീകരിച്ച നിലപാട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. പക്ഷേ കളക്ടറാണ് പറഞ്ഞത് ചില പ്രശ്നങ്ങളുണ്ട് എന്നത്. അപ്പോൾ ഇന്ന് എങ്ങനെയാണ് കോടതി ഈ വിഷയത്തെ സമീപിച്ചത്? അനുജ, NHA ഇന്നും ആവർത്തിച്ചു പറഞ്ഞത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതായത് കഴിഞ്ഞ തവണ മണ്ണിടിച്ചിൽ നടന്ന മുരിങ്ങൂർ പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ നടക്കുന്നുണ്ട്. അവിടുത്തെ പ്രശ്നങ്ങൾ പരമാവധി പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. ഒപ്പം മറ്റിടങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു. അതുകൊണ്ട് ടോൾ പിരിക്കാൻ അനുവദിക്കണം എന്നാണ് NHA വ്യക്തമാക്കിയത്. ഈ ഘട്ടത്തിലാണ് ജില്ലാ കളക്ടറോട് എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് കോടതി ചോദിച്ചത്. ജില്ലാ കളക്ടർ വളരെ വ്യക്തമായി പറഞ്ഞു, മുരിങ്ങൂരിൽ ഇപ്പോഴും മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അവിടെ കൂടുതൽ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. ഇന്നലെ വലിയ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ NHAയോട് ചില കാര്യങ്ങൾ നിർദ്ദേശിച്ചെങ്കിലും അത് പൂർണ്ണമായി നടപ്പാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ ജില്ലാ കളക്ടർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ആ ഘട്ടത്തിലാണ് നിലവിൽ ഈ ടോള് പിരിക്കാനുള്ള നേരത്തെ ഏർപ്പെടുത്തിയ വിലക്ക് അത് തുടരട്ടെ എന്ന നിലപാട് ഹൈക്കോടതി സ്വീകരിച്ചത്. കാരണം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തിയായിട്ടില്ല എന്ന ഹൈക്കോടതി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം അവിടുത്തെ സുരക്ഷാ പ്രശ്നങ്ങൾ അത് നിസ്സാരവൽക്കരിച്ച് കാണാനാകില്ല എന്ന നിലപാടും കോടതി എടുത്തു. അതുകൊണ്ട് ഈ മുരിങ്ങൂർ ആമ്പല്ലൂർ മേഖലകളിലാണ് ഇപ്പോൾ പ്രതിസന്ധി നിലനിൽക്കുന്നത്. ആ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്നാണ് കോടതിയുടെ നിർദ്ദേശം. NHA ആകട്ടെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ നടപടികൾ തുടരാം. പക്ഷേ അതിനിടയിൽ ടോൾ പിരിക്കാൻ അനുവദിക്കണമെന്ന് അവർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടെങ്കിലും നിലവിൽ ഈ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കിയ ശേഷം ടോൾ പിരിച്ചാൽ മതി എന്ന നിലപാട് തന്നെ ഹൈക്കോടതി എടുക്കുകയായിരുന്നു. 30-ാം തീയതി ഈ ഹർജി വീണ്ടും പരിഗണിക്കും. ടോൾ വിലക്ക് തൽക്കാലം തുടരും. 30-ാം തീയതി വീണ്ടും ഹർജി പരിഗണിക്കും. അമൽ സുരേന്ദ്രൻ, പാലിയേക്കര ടോൾ പ്ലാസയിൽ തത്സമയ വിവരങ്ങളുമായി. അമൽ, ഇന്നും ഏതായാലും ടോൾ വിലക്ക് തുടരുമെന്ന തീരുമാനം തന്നെ കോടതിയിൽ നിന്ന് വന്നിരിക്കുകയാണ്. അവിടെ എങ്ങനെയാണ് ഈ കാര്യത്തിൽ ജനങ്ങളുടെയൊക്കെ പ്രതികരണങ്ങൾ എങ്ങനെയാണ്? അനുജ, ഏതായാലും ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെച്ച കോടതി നടപടി അല്ലെങ്കിൽ അതിനൊരു വിലക്ക് തുടരും, 30 വരെ തുടരും എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇന്നലെ മുരിങ്ങൂരിലടക്കം വലിയ ഗതാഗത കുരുക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഈ ഒരു താൽക്കാലികമായ ഒരു സമിതിയുടെ അധ്യക്ഷനായിട്ടുള്ള ജില്ലാ കളക്ടർ കോടതിയെ സമീപിക്കുകയും കോടതിയോട് പറഞ്ഞത് ഈ NHAയോട് പല നിർദ്ദേശങ്ങളും പറഞ്ഞിരുന്നു. പക്ഷേ അതിൽ പലതും ഇപ്പോഴും നടപ്പാക്കാൻ ബാക്കിയുണ്ട്. അതോടൊപ്പം തന്നെ മുരിങ്ങൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സർവീസ് റോഡ് ഇടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സർവീസ് റോഡിന്റെ പല ഭാഗങ്ങളും ഇപ്പോഴും അപകട ഭീഷണി തുടരുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ്, ഇത്തരൊരു പ്രശ്നം നിലനിൽക്കുമ്പോൾ കൂടിയാണ് ഇത്തരത്തിൽ
ഒരു നീട്ടുന്ന അല്ലെങ്കിൽ ഈ ഒരു താൽക്കാലികമായിട്ടുള്ള ഈ ടോൾ പിരിവ് നിർത്തിവെച്ച നടപടി 30 വരെ നീട്ടുന്ന ഒരു നടപടിയിലേക്ക് കോടതി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ 1 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന ബ്ലോക്കായിരുന്നു മുരിങ്ങൂരിലും ആമ്പല്ലൂർ ഭാഗത്തും അടക്കം ഉണ്ടായത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ നമ്മോടൊപ്പം ഈ ഒരു പരാതിക്കാരൻ ചേരുന്നുണ്ട്. ഹൈക്കോടതി വിധി ഇന്ന് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഹൈക്കോടതി യാത്രക്കാർക്കും ജനങ്ങൾക്കും അനുകൂലമായി നിന്നത്. നമ്മൾ കഴിഞ്ഞ ഇന്നലെയും മിനിഞ്ഞാന്ന് വലിയ ബ്ലോക്കാണ് ദേശീയപാതയിൽ ഉണ്ടായിട്ടുള്ളത്. ആമ്പല്ലൂർ മുതൽ പുതുക്കാട് KSRTC വരെ ബ്ലോക്കാണ്, മുരിങ്ങൂർ ബ്ലോക്കാണ്. മാത്രമല്ല കലക്ടർ പറഞ്ഞ സുരക്ഷാ മാനദണ്ഡങ്ങളുണ്ട്, ആ കാര്യങ്ങൾ ഇതുവരെ നടപ്പിലാക്കാൻ തയ്യാറായിട്ടില്ല ദേശീയപാത അതോറിറ്റി കരാർ കമ്പനിയും. ഇന്നലെ നമ്മൾ കണ്ടത് പോലീസുകാർ കൈക്കോട്ടുകൊണ്ട് മണ്ണ് വെട്ടിയിട്ടാണ് സർവീസ് റോഡിൽ കുഴിയടക്കുന്നത് കണ്ടത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇവർ ചെയ്ത ടാറിങ് സർവീസ് റോഡിലെ ടാറിങ് BMBC അല്ല, ആ ടാറിങ് ഒക്കെ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കോടതി കൃത്യമായിട്ട് പറഞ്ഞത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണം, അതുപോലെ റോഡിലെ കുഴികൾ അടയ്ക്കണം, ഗതാഗതം സുഗമമാക്കിയിട്ട് നിങ്ങൾ വന്നാൽ മതി, എന്നിട്ട് ടോൾ പിരിവിൻ്റെ കാര്യം ആലോചിക്കാമെന്ന് പറഞ്ഞു. മാത്രമല്ല ഈ വെഹിക്കുലർ അണ്ടർ പാസേജുകളുടെ പണി ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല, ഒക്ടോബറിൽ പൂർത്തീകരിക്കേണ്ടതല്ലേ. ആ പണി എന്തുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നടത്തുന്നില്ല എന്നുള്ള കാര്യം ദേശീയപാത അതോറിറ്റി കരാർ കമ്പനിയോ സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് അതിൽ ഇടപെടുന്നില്ല. ഒക്ടോബറിൽ തീരേണ്ട പണി ഇതുവരെ പൂർത്തീകരിച്ചില്ല. 60% പോലും വെഹിക്കിൾ അണ്ടർ പാസേജിന്റെ പണി പൂർത്തീകരിച്ചില്ല. അതുകൊണ്ട് കോടതിയുടെ ഇടപെടൽ ജനങ്ങൾക്കും യാത്രക്കാർക്കും വേണ്ടിയുള്ളതാണ്. മുരിങ്ങൂരിൽ ഇപ്പോൾ കോടതിയിൽ നിന്ന് ഇന്ന് വന്നിരിക്കുന്ന ആ ഉത്തരവും അത് സ്വാഗതാർഹം എന്നുള്ളതാണ് പരാതിക്കാരന്റെ നിലപാട്. ടോൾ പിരിവിന് തൽക്കാലം വിലക്ക് തുടരും. 30-ാം തീയതി വീണ്ടും കേസ് കോടതി പരിഗണിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.